യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 12. കൃതജ്ഞതാഗീതം. അന്ന് നീ പറയും, കർത്താവെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. അങ്ങേനോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും, ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ. അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. പ്രിയ ദൈവജനമേ, യേശയ്യായുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം പരിശോധിച്ചാൽ ഇസ്രായേൽ ജനത വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അസീറിയൻ ആക്രമണത്തിൻ്റെയും പ്രവാസത്തിൻ്റെയും ഭീതിയിൽ കഴിഞ്ഞിരുന്ന യഹൂദ ജനതയോടെയാണ് യേശയ്യാ പ്രവാചകൻ ഈ പ്രത്യാശയുടെ വചനങ്ങൾ അരുളി ചെയ്യുന്നത്. അക്കാലത്തെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കിടയിലും ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിക്കാൻ ഈ അധ്യായം ജനങ്ങളെ പ്രേരിപ്പിച്ചു. ദൈവത്തിൻ്റെ കോപം മാറി അവിടുത്തെ ആശ്വാസം ജനത്തിന്മേൽ വന്നു ചേരുന്ന സുദിനത്തെയാണ് ഈ വചനങ്ങൾ മുൻകൂട്ടി കാണുന്നത്. വിമോചനത്തിൻ്റെ ഈ ഗീതം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്ന ജനതയുടെ ഹൃദയമിടിപ്പായി അന്നത്തെ കാലത്ത് മാറുകയും ചെയ്തു. ഈ അധ്യായത്തിലെ പ്രധാന പ്രവചനം ദൈവത്തെ തങ്ങളുടെ രക്ഷയ്ക്കായി കണ്ട് ജനത ഉയർത്തുന്ന സ്തുതിയുടെ ഗീതമാണ്. ദൈവം എൻ്റെ രക്ഷയാണ്, ഞാൻ ഭയപ്പെടുകയില്ല എന്ന പ്രഖ്യാപനം സകല പ്രവചനങ്ങളുടെയും കാതലായി ഇവിടെ നിലകൊള്ളുന്നു. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തങ്ങളുടെ ഇടയിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഈ സന്ദേശത്തിൻ്റെ അടിസ്ഥാനം. വരാനിരിക്കുന്ന രക്ഷനെക്കുറിച്ചുള്ള സൂചനകളും ഈ സ്തുതിഗീതത്തിൽ അന്തർലീനമായിട്ടുണ്ടെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. രക്ഷയുടെ കിണറുകളിൽ നിന്ന് ആനന്ദത്തോടെ ജലം കോരിയെടുക്കുന്ന അനുഭവം ഈ വചനങ്ങളിലൂടെ പ്രവാചകൻ ജനത്തിന് വാഗ്ദാനം ചെയ്യുന്നു. രാജാവായ ആഹാസിൻ്റെയും ഹെസക്കിയയുടെയും കാലഘട്ടത്തിൽ ഈ പ്രവചനങ്ങൾ വളരെ പ്രസക്തമായിരുന്നു. അസീറിയൻ ഭീഷണിക്കിടയിൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ ഈ വചനങ്ങൾ യഹൂദയ ജനത്തെ ശക്തിപ്പെടുത്തി. ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷമുള്ള മടക്കയാത്രയിൽ ഈ സങ്കീർത്തന ഭാഗത്തിന് തുല്യമായിട്ടുള്ള യേശയ്യായുടെ ഈ വചനഭാഗം ജനങ്ങളുടെ നാവുകളിൽ പ്രത്യാശയുടെ ഈണമായി മാറുകയും ചെയ്തു. ദൈവത്തിൻ്റെ കരം തങ്ങളെ അത്ഭുതകരമായി വഴി നടത്തുന്നു എന്ന് ജനം അന്ന് തിരിച്ചറിഞ്ഞു. അസാധ്യമായ സാഹചര്യങ്ങളിൽ നിന്ന് തൻ്റെ ജനത്തെ ഉദ്ധരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത ഇവിടെ വെളിപ്പെടുന്നു. പ്രവാചകൻ്റെ വാക്കുകൾ അക്കാലത്തെ വിശ്വാസികൾക്ക് വലിയ ആത്മവീര്യമാണ് പകർന്ന് നൽകിയതും. യേശയ്യാ പ്രവാചകൻ്റെ ധീരമായ സ്വഭാവവും ദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയും ഈ വചനങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്നു. കഷ്ടതകളുടെ നടുവിലും പതറാതെ ദൈവത്തിൻ്റെ സ്തുതി പാടുവാൻ അവിടുത്തെ ജനത്തെ ആഹ്വാനം ചെയ്തു. ഭയത്തിന് സ്ഥാനമില്ലെന്നും ദൈവം തൻ്റെ ശക്തിയാണെന്നും വിളംബരം ചെയ്തപ്പോൾ പ്രവാചകൻ്റെ ആത്മധൈര്യം വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ പരിശുദ്ധിയിൽ വിശ്വസിച്ച പ്രവാചകൻ ജനത്തിന് ഒരു വഴികാട്ടിയായി മാറി. പ്രത്യാശയുടെ ഈ സന്ദേശം നൽകുന്നതിലൂടെ തൻ്റെ ജനത്തോടുള്ള പ്രവാചകൻ്റെ സ്നേഹവും കരുതലും നാം കാണുന്നുണ്ട്.
ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങിയ ഒരു വലിയ പ്രവാചകൻ്റെ ഹൃദയമാണ് ഈ അധ്യായത്തിൽ നിന്ന് ഏശയ്യായെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമകാലിക വിശ്വാസികൾക്ക് ഈ അധ്യായം വലിയ ആത്മീയ പാഠങ്ങളാണ് പകർന്നു നൽകുന്നത്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തെ നമ്മുടെ രക്ഷയും ബലവുമായി സ്വീകരിക്കാൻ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഭയത്തെ അതിജീവിക്കാൻ ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ് പോംവഴിയെന്ന് നാം തിരിച്ചറിയണം. എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കണം. രക്ഷയുടെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് ജീവജലം സ്വീകരിക്കാൻ നാം സന്നദ്ധരാകണം. വിനയത്തോടെ ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ വെല്ലുവിളികളുമായി ഈ വചനങ്ങൾക്ക് വലിയ ബന്ധവും ഉണ്ട്. യുദ്ധങ്ങളും രോഗങ്ങളും അശാന്തിയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ദൈവം എൻ്റെ രക്ഷയാണ് എന്ന വചനം നമുക്ക് വലിയ ആശ്വാസമാണ്. സാങ്കേതിക വിദ്യകൾ എത്ര വളർന്നാലും ആത്മീയ ദാഹം തീർക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ആധുനിക മനുഷ്യൻ നേരിടുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് പരിഹാരം ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിക്കുക എന്നത് മാത്രമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ചുറ്റുപാടിലും ദൈവത്തിൻ്റെ സ്തുതി മുഴങ്ങുമ്പോൾ അത് വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ലോകത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിലും ദൈവം നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന സത്യം നാം മറന്നു പോകരുത്. കർത്താവിൻ്റെ വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ഈ അധ്യായം പരോക്ഷമായി സംസാരിക്കുന്നുണ്ട്. പാപത്തോടുള്ള ദൈവത്തിൻ്റെ നീതിപൂർവമായ കോപം അവസാനിക്കുന്ന സുദിനത്തെക്കുറിച്ചാണ് ഇവിടെ പ്രസ്താവിക്കുക. അനീതിക്കും അക്രമത്തിനുമെതിരെയുള്ള ദൈവത്തിൻ്റെ വിധി അനിവാര്യമാണെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. പശ്ചാത്തപിക്കുന്ന ഹൃദയങ്ങളെ ദൈവം കരുണയോടെ സ്വീകരിക്കുമെന്നും എന്നാൽ ദൈവത്തെ തള്ളിക്കളയുന്നവർക്ക് ആശ്വാസമില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് നിരക്കാത്തവയെല്ലാം മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. ന്യായവിധി എന്നത് ശിക്ഷ മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ നീതി സ്ഥാപിക്കപ്പെടുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. പിതാവായ ദൈവത്തിൻ്റെ കരുണയും പുനരുദ്ധാരണത്തിൻ്റെ വാഗ്ദാനങ്ങളും ഈ അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിൻ്റെ കോപം മാറി അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നു എന്ന വചനം നമുക്ക് പ്രത്യാശ നൽകുന്ന വചനമാണ്. ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നമ്മുടെ ഇടയിൽ വലിയവനായിരിക്കുന്നു എന്നത് ദൈവത്തിൻ്റെ വലിയ കൃപയുമാണ്. തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അനന്ത സ്നേഹം ഈ സ്തുതിഗീതത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര കടും ചുമപ്പാണ് നമ്മുടെ പാപത്തിൻ്റെ നിറമെങ്കിലും, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ രക്ഷയുടെ ഉറവുകൾ നമുക്കായി തുറക്കപ്പെടുകയും ആ പാപാവസ്ഥ വെണ്മയായി വെളുത്തതായി മാറുകയും ചെയ്യും. ദൈവം നമ്മെ ഒരിക്കലും കൈവിടില്ല എന്ന വലിയ ഉറപ്പാണ് ഈ വചനങ്ങൾ യെശയ്യാ പ്രവാചകനിലൂടെ നമുക്ക് നൽകുന്നത്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി ഒരുങ്ങാൻ പ്രിയ സഹോദര സഹോദരി ഈ അധ്യായം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആ ദിനത്തിനായി നാം കാത്തിരിക്കണം. രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കുന്ന ആ നിമിഷത്തെക്കുറിച്ച് ഈ പ്രവചനങ്ങൾ വിരൽ ചൂണ്ടുന്നു. പരിശുദ്ധനായ ദൈവം തൻ്റെ ജനത്തോടൊപ്പം വസിക്കുന്ന നിത്യതയുടെ ഒരു മുൻകാഴ്ചയാണ് ഇത്. നമ്മുടെ വിളക്കുകൾ കത്തിച്ച് പ്രത്യാശയോടെ കർത്താവിൻ്റെ വരവിനായി നാം കാത്തിരിക്കേണ്ടതുണ്ട്. ലോകത്തിൻ്റെ അന്ത്യത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകരമായ പ്രവൃത്തികൾ പൂർണ്ണതയിലെത്തുമെന്ന് ഈ വചനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. യെശയ്യാ 11 അധ്യായം പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വലിയൊരു കരുത്താണ്. ദൈവത്തിൻ്റെ സ്തുതികൾ പാടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതയാത്ര തുടരാം. കർത്താവ് ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് മടി വേണ്ട. ജീവിതത്തിലെ ഏത് ഇരുട്ടിലും പ്രകാശമായ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. രക്ഷയുടെ ഉറവകളിൽ നിന്ന് ആനന്ദത്തോടെ പാനം ചെയ്യാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയുടെ ഈ ഗീതം നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കട്ടെ.